ഞാനിതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു പില്ലറിൻ്റെ ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ആലോചിക്കുകയായിരുന്നു ശരിക്കും ആ ഒരു കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിർമ്മിച്ചെടുത്തേന്ന് ആലോചിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഈ ഒരു ടൈമിൽ എല്ലാ മെഷീനറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ എങ്ങനെ ഇതൊക്കെ സ്കൾപ്റ്റ് ചെയ്തെടുത്ത് എങ്ങനെ ഇതൊക്കെ കൊത്തി ഉണ്ടാക്കിയെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ടും. ഞാൻ ഇപ്പം ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസിൽ പോയാൽ എന്താ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണിങ്ങനെ പൂട്ടിയിട്ട് ആലോചിക്കും. നമ്മൾ ആ പഴയ കാലത്ത് ഇങ്ങനെ എന്താ പറയണ്ടേ, പണ്ടാണെങ്കിൽ ഈ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അതൊരു പ്രത്യേക വൈബാണ്. ഇത് പിന്നെ ഒരു ഓപ്പൺ ഏരിയ ആണ്, കണ്ടില്ലേ? ഇവിടെ ഓപ്പൺ റൂഫാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയണ്ടേ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ പണ്ടത്തെ കാലത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയുക, അങ്ങോട്ടേക്ക് പോകുന്ന പോലെ തോന്നിപ്പോവും. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയ പോലെ തോന്നിപ്പോവും ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. നമ്മളിത് ഈ പാലസിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു സിംഹാസനം കാണാൻ പറ്റും. ഇത് സംഭവം ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മുടെ ഒറിജിനൽ പണ്ടേ ബ്രിട്ടീഷുകാർ എടുത്തങ്ങ് കൊണ്ടുപോയി. ഇത് അതിൻ്റെ ഒരു സിംബലൈസേഷൻ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെമോ പോലെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇതിൻ്റെ നടുവിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ കാണുന്നത് 2000 വർഷം പഴക്കമുള്ള ഫോർട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എങ്കിലും വിശ്വസിച്ചേ പറ്റൂ ഗൈസ്. ഇത് 2000 വർഷം പഴക്കമുള്ള ഒരു പോട്ടാണ് ഈ കാണുന്നത്. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ കഫിൻ ശവപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നത്, അതേപോലെ അന്നത്തെ കാലത്ത് എന്താ പറയണ്ടേ, ഈ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിന് ഈ ഒരു പോട്ടിൽ ഇരുത്തിയിട്ടാണ് ബറി ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നതല്ല, അങ്ങനെയാണ്. ഈ ഒരു പോട്ടിലാണ് നമ്മളിപ്പോൾ കഫിനിൽ ബറി ചെയ്യുന്നില്ലേ, ശവപ്പെട്ടിയിൽ നമ്മളിങ്ങനെ കുഴിച്ചിടുന്നില്ലേ, അതേപോലെ ആ കാലത്ത് ഈ ഒരു പോട്ടിൽ നമ്മൾ സ്കോട്ട് പൊസിഷനിൽ ഇരുന്നിട്ട് അങ്ങനെയാണ് ബോഡീസ് ബറി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതും 2000 വർഷം പഴക്കമുള്ളത് നോക്കി. 2000 വർഷം പഴക്കമുള്ള 2000 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു രീതിയിലാണ് ബറി ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഏൺ ബറിയൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, URN ഏൺ ബറിയൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എന്തൊക്കെ അത്ഭുതമാണല്ലേ. ഹായ് ഗൈസ്, നമസ്കാരം. ഞാനിതാ തലയിലോട്ട് ഷാളൊക്കെ ചുറ്റിട്ടാണ്. ഇവിടുത്തെ വെയിലുണ്ടല്ലോ, സൺസൈക്കബിളാണ്, ഭയങ്കര തിക്നെസ്സാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 37 ഡിഗ്രിയാണ് ഇവിടുത്തെ ഇപ്പോൾ കറണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ചൂട് എന്ന് പറയുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ പാലസിൻ്റെ പാർട്ട് തന്നെയാണ് ഈ ഏരിയ ഒക്കെ. ഇത് ഓൾഡ് മധുരയുണ്ട്, ന്യൂ മധുരയുണ്ട്. ഇതിപ്പോൾ ഓൾഡ് മധുരയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽ പാർട്ടും ഉണ്ട്. ടെക്സ്റ്റൈൽ പാർട്ട് പിന്നെ വേറെ സ്പൈസ് അല്ലേ, സ്പൈസ് പാർട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ പാർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാലസിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ 2 പില്ലേഴ്സ് കാണാം. ഇവിടെ ടോട്ടൽ 10 പില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എലിഫൻസ് ഇല്ലേ, ആനകളൊക്കെ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ആ പില്ലേഴ്സ് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഇതാ നമ്മളിപ്പോൾ അത് ഇവിടെ ബാക്കി പില്ലേഴ്സ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ വല്ല ഫോറിൻ കൺട്രീസോ അങ്ങനെ വല്ലതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ലോ. പണ്ട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ചുറ്റും ഷോപ്പുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളിത് പണ്ടത്തെ ഒരു പാലസിൻ്റെ തൂണാണ്, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ, ഇത്രയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളല്ല.